സ്നേഹരാഗം ഭാഗം 24. ഇത് നമ്മൾ ആദ്യമേ സംസാരിച്ച വിഷയമല്ലേ ദേവേട്ട? ഇനി അത് സംസാരിക്കണ്ട. അവൻ്റെ ചോദ്യത്തിനു മുന്നിൽ ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും പതറാതെ അവൾ അവനെ നോക്കി പറഞ്ഞു. നമ്മൾ തമ്മിൽ ഇനി ശരിയാവില്ല ദേവേട്ട. ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ജാനു ചേച്ചിയെ സങ്കടപ്പെടുത്തരുത്. ദേവേട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ. ഇനി അത് അറിയുകയും വേണ്ട. വീട്ടുകാർക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പറയാൻ വന്നത് ദേവൻ പാതിയിൽ നിർത്തി. അങ്ങനെ ഒരു പാപം ദേവേട്ടൻ ചെയ്യരുത്, അവൾ പറഞ്ഞു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അർജുനേട്ടൻ എന്നെ കല്യാണം കഴിച്ചതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഈ കാണുന്നത്. അർജുനേട്ടന് എന്നെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. ഇനി എന്തായാലും ഈ ബന്ധം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മാത്രം മതി. ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. മുൻപ് നീ എനിക്ക് നഷ്ടപ്പെട്ട നിധിയാണെങ്കിൽ ഇപ്പോൾ നീ എൻ്റെ മനസ്സിൻ്റെ വേദനയാണ് നന്ദു. അവൻ പറഞ്ഞത് കേട്ട് നന്ദനയൊന്ന് പുഞ്ചിരിച്ചു. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ആ വേദന പതിയെ മാഞ്ഞു പോയിക്കൊള്ളും. അവിടെ സന്തോഷവും സ്നേഹവും നിറക്കാൻ ഒരാൾ വരും, അവൾ പറഞ്ഞു. അനിത അവർ പറയുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ദേവേട്ട, നമുക്ക് പോവാം, അവൾ പറഞ്ഞു. നന്ദു, നീ ഈ വാക്ക് മാറുന്ന ഒരു ദിവസം വരും. അന്ന് അവിടെ നിന്റെ ഹൃദയത്തിൽ ഈ ദേവൻ മാത്രമായിരിക്കും. അതിനായി ഞാൻ കാത്തിരിക്കും. ഇനി നിന്നെ ഞാൻ കൈവിട്ട് കളയില്ല, പറഞ്ഞുകൊണ്ട് ദേവൻ മുന്നിൽ നടന്നു. ഉമ്മറത്തേക്ക് കയറിയപ്പോൾ അനിത അവളെ സൂക്ഷിച്ചു നോക്കി. അവൾ അനിതയെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി. സത്യം പറഞ്ഞാൽ അവൾക്ക് അനിതയെ അഭിമുഖീകരിക്കാനാകുമായിരുന്നില്ല. ദേവൻ യാത്ര പറഞ്ഞിറങ്ങി. ദേവൻ നടക്കുമ്പോൾ മുഴുവൻ നന്ദനയുടെ മുഖമായിരുന്നു മനസ്സിൽ. ഇനി അവളെ താൻ നഷ്ടപ്പെടുത്തില്ല, അവൻ മനസ്സിലുറപ്പിച്ചു. അനിത അത്താഴത്തിനുള്ളവയെല്ലാം റെഡിയാക്കിയിരുന്നു. നന്ദന വന്നേ പിന്നെ അവളും അനിതയെ സഹായിക്കാൻ കൂടുമായിരുന്നു. എല്ലാം ടേബിളിൽ കൊണ്ടു ചെന്ന് വെച്ച് കൈ കഴുകാനായി അവൾ വാഷ് ബേസിനരികിലേക്ക് നീങ്ങി. നീതുമോളെ വന്നേ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നീ അവിടെ എന്തെടുക്കുകയാ? കൈ കഴുകി വന്നിരിക്കുന്നതിനിടയിൽ നന്ദന ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദാ വരണു ചേച്ചി, അവൾ അവിടെ നിന്നും മറുപടി പറഞ്ഞു. അനിത എല്ലാവർക്കും ചോറ് വിളമ്പി. ചേച്ചി എന്നു മുതലാ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്? നീതുമോൾ ചോദിച്ചു. അഞ്ജു സാറിനോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നീ എന്തിനാ ചോദിക്കണേ? നീ അവിടെ ജോലി ചെയ്തിരുന്നതല്ലേ? പ്ലേറ്റിലേക്ക് കറി ഒഴിക്കുന്നതിനിടയിൽ അനിത പറഞ്ഞു. ഞാൻ എറണാകുളത്തിന് പോകുന്നുവെന്നും ജോലിയിൽ ഇനി തുടരില്ലെന്നും പറഞ്ഞാണല്ലോ അന്ന് അവിടെ നിന്നും പോന്നത്. ഇനിയിപ്പോൾ അവിടെ തിരിച്ചു കയറണമെങ്കിൽ പറയണ്ടേ? ഭാഗ്യത്തിന് ആരെയും ക്ലാസ് എടുക്കാൻ കിട്ടിയിട്ടില്ലെന്ന് അറിഞ്ഞത്, നന്ദന പറഞ്ഞു. കഴിക്കാനായി തുടങ്ങിയപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. അവൾ എടുത്തു നോക്കിയപ്പോൾ ദേവനാണ്. അത് കണ്ടപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തു. എന്തേ ദേവേട്ടാ? നീ എന്തെടുക്കുക നന്ദു? തിരക്കിലാണോ? അവൻ ചോദിച്ചു. അല്ല, കഴിക്കുകയായിരുന്നു, അവൾ മറുപടി പറഞ്ഞു. നാളെ അഡ്വക്കേറ്റ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രാവിലെ തന്നെ പോയി കാണാം, അവൻ പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്യാം, അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ദേവൻ വിളിച്ചപ്പോൾ തന്നെ അനിതയുടെ മുഖം മാറിയിരുന്നു. നീ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അനിത ചോദിച്ചു. ആ ശബ്ദത്തിൽ നീരസം കലർന്നിരുന്നു. ഇനിയും അമ്മ എന്നെ അങ്ങോട്ട് പോകാൻ നിർബന്ധിക്കരുത്. അതിനെനിക്കാവില്ല. ഇത് എൻ്റെ തീരുമാനമാണ്. ഇത് ശരിയാണെന്ന തികഞ്ഞ ബോധം എനിക്കുണ്ട്, അവൾ പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടാതിരിക്ക്. ചേച്ചിക്കറിയാലോ അത് ചേച്ചിയുടെ ജീവിതമാണെന്ന്, നീതു അനിതയോടായി പറഞ്ഞു. പിന്നെ അവിടെ നിശബ്ദമായിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. നന്ദന കൈ കഴുകാനായി എണീറ്റു. അവൾ അടുക്കളയിലെത്തിയപ്പോൾ അനിത പാത്രങ്ങൾ കഴുകുകയായിരുന്നു. അവളും അനിതയെ സഹായിച്ചു. അടുക്കള അടിച്ചു തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം അവർ ഉറങ്ങാനായി പോയി. ചേച്ചി ഗുഡ് നൈറ്റ്, നീതുമോൾ ടിവിക്ക് മുന്നിലിരുന്ന് മുറിയിലേക്ക് പോകുന്ന നന്ദനയോടായി പറഞ്ഞു. മതി, നേരം വൈകി. നീ അത് ഓഫ് ചെയ്ത് ചെന്ന് കിടന്നേ, നന്ദന അവളോടായി പറഞ്ഞു. ചേച്ചി പോയി കിടന്നോ, ഞാൻ ഓഫ് ചെയ്തോളാം, നീതുമോൾ ചാനൽ മാറ്റുന്ന തിരക്കിനിടയിൽ പറഞ്ഞു. നന്ദന പിന്നെ തൻ്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി. മുറിയിലെത്തി വാതിലടച്ച് അവൾ ബെഡിൽ ചെന്നിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ പാഞ്ഞുപോയി. അർജുൻ ആദ്യ രാത്രിയിൽ തന്നോട് ചെയ്തതു മുതൽ ആ വീടിൻ്റെ പടിയിറങ്ങിപ്പോരുന്നത് വരെ ചെയ്ത എല്ലാ സംഭവങ്ങളും അവളുടെ ഓർമ്മയുടെ താഴിൽ മായാതെ കിടന്നു. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവൾ അഡ്വക്കേറ്റിനെ കാണാൻ പോകാനായി ഒരുങ്ങി.
പുള്ളികളുള്ള ഒരു കോട്ടൺ സാരിയെടുത്ത് ഉടുത്തു. നെറ്റിയിൽ ഒരു പൊട്ടെടുത്ത് അണിഞ്ഞു. പിന്നെ മുടിയൊന്ന് പിന്നിയിട്ടു. കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഇന്ന് താൻ വലിയൊരു തീരുമാനമെടുക്കാൻ പോവുകയാണെന്ന് മനസ്സിനെ പറഞ്ഞ് ധരിപ്പിച്ചു. ഒരു ആത്മവിശ്വാസത്തോടെ അവൾ ബാഗെടുത്ത് പുറത്തേക്കിറങ്ങി. ദേവന്റെ വരവിനായി കാത്തുനിന്നു. നീ ഇത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചോ നന്ദു? അനിത ചോദിച്ചു. ഉവ്വമ്മേ, അവൾ പറഞ്ഞു. അപ്പോഴേക്കും കാറുമായി ദേവൻ വന്നു. പോയി വരാം അമ്മേ, അവൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോൾ അനിതയുടെ മുഖത്ത് ഒട്ടും തെളിച്ചമില്ലായിരുന്നു. ദേവന്റെ കൂടെ കാറിൽ കയറിയപ്പോൾ അവൾ ബാക്കിലാണ് ഇരുന്നത്. ദേവൻ അവൾ ഫ്രണ്ടിലായിരിക്കും ഇരിക്കുക എന്ന് പ്രതീക്ഷിച്ചു. കാർ അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ വീടിനെ ലക്ഷ്യമാക്കി നീങ്ങി. കോളിംഗ് ബെല്ലടിച്ച് അവർ വാതിൽ തുറക്കാനായി കാത്തുനിന്നു. ദേവൻ നന്ദനയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ടെന്ന് അവന് തോന്നി. സാരിയുടെ തുമ്പ് പിടിച്ച് കയ്യിൽ പിടിച്ച് കറക്കിയുള്ള ആ നിൽപ്പ് അവൻ ശ്രദ്ധിച്ചു. നീ ടെൻഷനാവണ്ട, അരുണിനോട് സംസാരിക്കുമ്പോൾ തന്നെ നിന്റെ ടെൻഷൻ കുറയും, അവൻ അവളെ ധൈര്യപ്പെടുത്തി. അധികം വൈകാതെ വാതിൽ തുറന്നു. അവർ അകത്തേക്ക് പ്രവേശിച്ചു. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സെറ്റിയിലിരിപ്പുണ്ട്. വാടോ, ഇരിക്ക്, അയാൾ ദേവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദന ദേവന്റെ പിറകിലായി നിന്നു. എത്ര ആയി നിന്നെ കണ്ടിട്ട്? ഫോണിലൂടെ ശബ്ദം കേട്ടപ്പോൾ അറിഞ്ഞതേയില്ല, അരുൺ പറഞ്ഞു. നീയും ആളാകെ മാറിപ്പോയി. ദേവൻ അരുണിനെ ഒന്ന് ആലിംഗനം ചെയ്തു. ഇരിക്കൂ, അരുൺ നന്ദനയെ നോക്കി പറഞ്ഞു. സെറ്റിയുടെ ഒരു ഭാഗത്തായി അവൾ ഇരുന്നു. കൃഷ്ണേട്ടാ, അകത്തേക്ക് നോക്കി അയാൾ വിളിച്ചു. പ്രായം ചെന്ന ഒരാൾ വന്ന് എന്താണ് സാർ എന്ന് തിരക്കി. നിങ്ങൾക്ക് ചായയാണോ അതോ ജ്യൂസാണോ വേണ്ടത്? അരുൺ അവരോടായി ചോദിച്ചു. എന്തായാലും മതി, ദേവൻ മറുപടി പറഞ്ഞു. എന്താണ് പ്രോബ്ലം? അയാൾ ചോദിച്ചറിഞ്ഞു. നന്ദന പറഞ്ഞു തുടങ്ങി. അതിൽ അർജുനെക്കുറിച്ച് എല്ലാം ഉണ്ടായിരുന്നു. അവൻ കീർത്തനയോട് സംസാരിച്ചതും വാട്സാപ്പിൽ താൻ കണ്ട മെസ്സേജ് അടക്കം എല്ലാം അവൾ പറഞ്ഞു. ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ സാർ, എനിക്കിതിൽ നിന്നും ഒരു മോചനം വേണം, അവൾ പറഞ്ഞു. അർജുനേട്ടൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് വിവാഹത്തിൻ്റെ ആ രാത്രി തന്നെ മനസ്സിലായതാണ്, നന്ദന പറഞ്ഞു. ഒരു കല്യാണം നടത്തുന്ന അത്ര എളുപ്പമല്ല ഡിവോഴ്സ് കിട്ടാൻ. മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ 6 മാസമൊക്കെ കഴിഞ്ഞാൽ ഡിവോഴ്സ് കിട്ടും. പക്ഷേ കണ്ടസ്റ്റഡ് ആണെങ്കിൽ ടൈം എടുക്കും. ചിലപ്പോൾ 4-5 വർഷം എടുത്തെന്നും വരും. മ്യൂച്വൽ ഡിവോഴ്സിന് അയാൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അരുൺ ചോദിച്ചു. മ്യൂച്വൽ ആയാലും കണ്ടസ്റ്റഡ് ആയാലും എന്നെങ്കിലും ഒന്ന് കിട്ടുമല്ലോ സാർ. അവൾക്ക് എങ്ങനെയെങ്കിലും അർജുൻ്റെ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കാൻ സമ്മതിച്ചാൽ അങ്ങനെയും ചെയ്യാം, അതാകും നല്ലത്, അരുൺ പറഞ്ഞു. ദേവൻ നന്ദനയുടെ സംസാരം മുഴുവൻ കേട്ടുകൊണ്ട് ഇവൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയത് അവളുടെ ജീവിതത്തിൽ നിന്നുമാണെന്ന് മനസ്സിലായി. ഡിവോഴ്സിൽ തനിക്ക് എന്തെങ്കിലും ഡിമാൻഡുണ്ടോ? അരുൺ ചോദിച്ചു. എനിക്കൊരു ഡിമാൻഡുമില്ല സാർ. കല്യാണത്തിന് എൻ്റെ അമ്മ വാങ്ങിത്തന്ന സ്വർണമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതെനിക്ക് വേണം. അതെനിക്ക് എൻ്റെ അമ്മയുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കണം, ഭാവവ്യത്യാസമൊന്നും കൂടാതെ നന്ദന പറഞ്ഞു. എന്തായാലും നമുക്കൊരു നോട്ടീസ് അയക്കാം, എന്നിട്ട് അർജുനുമായി സംസാരിച്ചു നോക്കാം. ഡീറ്റെയിൽ എല്ലാം കൊടുത്തു പോയിക്കോളൂ, ഞാൻ വിളിക്കാം, അരുൺ പറഞ്ഞു. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് അവർ ഇറങ്ങി. തിരികെ കാറിലേക്ക് കയറുമ്പോൾ ശാന്തമായിരുന്നു അവളുടെ മനസ്സ്. നന്ദു, നിനക്ക് സങ്കടമുണ്ടോ? ദേവൻ ചോദിച്ചു. സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല. അർജുനേട്ടൻ എന്നോട് ചെയ്തതോർക്കുമ്പോൾ എനിക്ക് മനസ്സിൽ മുഴുവൻ വെറുപ്പാണ്, അവൾ പറഞ്ഞു. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹമുണ്ടാവില്ല, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. നിന്റെ തീരുമാനമൊക്കെ മാറും നന്ദു, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ കാത്തിരിക്കും, അവൻ പറഞ്ഞു. തിരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിൽ അവളുടെ മുഖം മാത്രമായിരുന്നു. വീട്ടിലെത്തി ഉണ്ടായ കാര്യങ്ങളെല്ലാം നീതുവിനെയും അമ്മയെയും പറഞ്ഞ് മനസ്സിലാക്കി. അനിതയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. വൈകുന്നേരം മുറിയിലിരിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് പ്രകാശ് സാറിൻ്റെ ഒരു കോള് വന്നു. നീതുവും അമ്മയും സീരിയൽ കാണുകയായിരുന്നു. അവൾ ഫോൺ എടുത്തു. ഹലോ നന്ദന, അവൻ പറഞ്ഞു തുടങ്ങി. പറയൂ സർ, അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൻ ചോദിച്ചു. റെസ്റ്റിലാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നന്ദു, നീ റീജോയിൻ ചെയ്യാൻ തീരുമാനിച്ച കാര്യം അഞ്ജു പറഞ്ഞിരുന്നു. ഐ ആം വെരി ഹാപ്പി, അവൻ പറഞ്ഞു. നീ എറണാകുളത്തിന് പോകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. നീ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതാണ്, പ്രകാശ് പറഞ്ഞു. സർ, മതി പറഞ്ഞത്, അവനെ തുടർന്ന് പറയാൻ സമ്മതിക്കാതെ നന്ദന പറഞ്ഞു. എന്താ നന്ദു? അവൻ ചോദിച്ചു. ദേ, സാറിനോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നെ നന്ദു എന്ന് വിളിക്കരുതെന്ന്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, സാറിൻ്റെ സ്പെഷ്യൽ ആകാനല്ല ഞാൻ വരുന്നത്. ഇനി ഇങ്ങനെ പറഞ്ഞാൽ ഞാനൊരു സംശയം കൂടാതെ ജോലി റിസൈൻ ചെയ്യും.
ഞാൻ അവിടെ വരുന്നത് ക്ലാസ് എടുക്കാനാ. ഒരു സ്റ്റാഫിനോട് എങ്ങനെ പെരുമാറണമെന്ന് മാധവൻ സാറിനോട് ചോദിച്ചു മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം എന്നും പറഞ്ഞ് അവൾ ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു. അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു. എന്തു തന്നെ വന്നാലും ജോലിക്കു വേണ്ടി മറ്റൊരു സ്ഥാപനം നോക്കണമെന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്തായാലും താനിവിടെ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് അവൾക്ക് തീർച്ചയായി. അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. പക്ഷേ ഉറക്കം അവളുടെ കണ്ണുകളെ തഴുകിയില്ല. ഒരുപാട് നേരം ഉറങ്ങാതിരുന്നു. കുറേ നേരം ഫോണിൽ നോക്കി. പിന്നെ എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പ്രഭാവതി അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലാണ്. അവർക്കിപ്പോൾ സീരിയൽ കാണാനും വെറുതെ ഇരിക്കാനും ഒന്നിനും സമയം കിട്ടാറില്ല. അമ്മേ, എല്ലാവരോടും ഹാളിലേക്ക് വരാൻ അർജുനേട്ടൻ പറഞ്ഞു. എന്തോ പറയാനുണ്ടെന്ന് പൂജ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ കാര്യമാവോ? പ്രഭാവതി പറഞ്ഞു. ഞാനിവിടെ നിന്നും മാറിയാൽ അത്താഴത്തിന് വേണ്ട കാര്യങ്ങൾ ആര് റെഡിയാക്കും? ആരും എൻ്റെ സങ്കടം കേൾക്കുന്നില്ലല്ലോ ഈശ്വര. കൈ കഴുകി നേരിയതിൻ്റെ തുമ്പിൽ തുടച്ചുകൊണ്ട് പ്രഭാവതി പരിഭവം പറഞ്ഞു. അവർ ഹാളിലെത്തിയപ്പോൾ വിവേക് ചന്ദ്രനെ പതിയെ പിടിച്ചു കൊണ്ടുവന്ന് സെറ്റിയിൽ ഇരുത്തി. കാലിൻ്റെ വേദന കുറഞ്ഞു വരുന്നേയുള്ളൂ. വയ്യാത്ത കാൽ പതുക്കെ പിടിച്ച് കസേരയിൽ വെച്ചു. എന്നിട്ട് അവൻ അച്ഛൻ്റെ അടുത്ത് സെറ്റിയിലിരുന്നു. പൂജ ഇവമോളെയും കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇവമോൾ ഫോണിൽ കാർട്ടൂൺ കാണുകയാണ്. എന്താ അവനിത്ര പറയാനുള്ളത്? ഇനി ആ നന്ദനയെ എങ്ങാനും തിരികെ കൊണ്ടുവരാനാണോ? പ്രഭാവതി ചോദിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് വന്നു. അറിയില്ല, അവൻ വരട്ടെ, ചന്ദ്രൻ പറഞ്ഞു. അർജുൻ കുളിക്കാനായി മുറിയിലേക്ക് പോയതായിരുന്നു. വൈകുന്നേരമാണ് അവൻ എത്തിയത്. എല്ലാവർക്കും കേൾക്കാനുള്ള കാര്യം എന്താകും എന്നോർത്ത് അവർ അക്ഷമരായിരുന്നു. ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും അർജുൻ കുളിയെല്ലാം കഴിഞ്ഞ് ഹാളിലേക്ക് വന്നു. വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു പേപ്പറും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് എല്ലാവരോടും വരാൻ പറഞ്ഞത്. ഇന്ന് ഓഫീസിലെ അഡ്രസ്സിൽ വന്നതാണ് ഇത്. നന്ദു വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡൈവോഴ്സ് നോട്ടീസാണിത്. അവൾക്ക് ഡൈവോഴ്സ് വേണമെന്നാണ് ആവശ്യം. അവൻ പറഞ്ഞപ്പോൾ എല്ലാവരും അമ്പരന്നു. നന്ദനയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്കും ഇതിലൊരു തീരുമാനമെടുക്കണം, അവൻ എല്ലാവരോടുമായി പറഞ്ഞു. അതിനു വേണ്ടിയാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞെട്ടിയത് ചന്ദ്രനാണ്. അവൾക്കതിന് കഴിയുമോ എന്നാണ് അയാൾ ചിന്തിച്ചത്. അപ്പോഴേക്കും അർജുൻ്റെ ശബ്ദം ഉയർന്നു. എൻ്റെ തീരുമാനം ഞാൻ പറയാം, അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്താണ് അവൻ്റെ തീരുമാനമെന്നറിയാൻ എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മുഖം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും.